നമ്മുടെ വിവാഹം ഒരു വർഷമായിട്ട് നടക്കുന്നില്ലായിരുന്നു. അതായത് ഇപ്പോൾ എനിക്ക് ഏജ് ഇപ്പം 38 ആയി. വിവാഹം അപ്പോൾ വിവാഹത്തിന് യോഗം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് പുതുക്കാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഫസ്റ്റ് പുതുക്കലിൻ്റെ അന്ന് തന്നെ ഞാൻ വന്ന് ജോസഫച്ചനെ കണ്ടായിരുന്നു. ഇതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞുണ്ട്. ഇതെല്ലാം പറയുമ്പോഴത്തേനും അച്ഛൻ തലേ കൈ വെച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഞാൻ അമ്മയുടെ അടുത്ത് മാതാവിൻ്റെ അടുത്ത് ഞാൻ 54 ദിവസം നിനക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. 54 ദിവസം കഴിഞ്ഞ് ഞാൻ അത് കഴിഞ്ഞ് അച്ഛനടുത്ത് കണ്ടുപോയി അച്ഛനേക്ക് കാശുരൂപം തന്നു. അന്നേരം ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഒരു ശുശ്രൂഷ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്ററിനോട് പറഞ്ഞു, ഈ കാശുരൂപം ഈ കല്യാണം പെണ്ണ് കാണാൻ പോകുന്ന സമയത്ത് കൊണ്ടുപോകണം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴും ആലോചന അങ്ങനെ വന്നിട്ടില്ല. അതുപോലെ അത് കഴിഞ്ഞിട്ട് അതുപോലെ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്രേക്ഷിത പ്രവർത്തനം അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നല്ലോ. എന്ന് വെച്ചാൽ കാരുണ്യ പ്രവൃത്തി അങ്ങനെയുള്ള ഭക്ഷണം കൊടുക്കുമായിരുന്നു, പൊതിച്ചോറ് കൊടുക്കുമായിരുന്നു എല്ലാ മാസവും. അങ്ങനെ കൊടുക്കുന്നതിൻ്റെ ഇതായിട്ട് ഇപ്പം ഇങ്ങനെ പൊതിച്ചോറ് റെഡിയാക്കിക്കൊണ്ടിരുന്ന സമയത്താണ്, അതായത് ഈ അച്ഛൻ പറഞ്ഞ 54 ദിവസമായി, 54-ാം ദിവസം അന്നാണ് ഞങ്ങൾ ഈ ഭക്ഷണം കൊടുക്കുന്ന അന്നേരമാണ് ഈ ന്യൂസ് പേപ്പറിൽ ഈ ഭക്ഷണം പൊതിയാനെടുത്ത ന്യൂസ് പേപ്പറിൽ ഈ ഒരു വിവാഹാലോചന വന്നത്. ഭക്ഷണം പൊതിയാൻ ഇങ്ങനെ എടുത്തപ്പോഴത്തേനാണ് ആ നമ്പർ ശ്രദ്ധിക്കുന്നത്. അമ്മയായിരുന്നു ആ പത്രം എടുത്തത്. അപ്പം അമ്മ ഇങ്ങനെ ആ നമ്പർ കണ്ടു. അപ്പം നേരം ആ പത്രം എടുത്തിട്ട് അതുപോലെ നമ്മളന്ന് ഭക്ഷണം കൊടുത്തു. കാരണം പോലെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിലാണ് കൊടുത്തു വന്നു കഴിഞ്ഞപ്പോഴത്തേന് തിരിച്ച് വന്നിട്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തപ്പോഴത്തേനും അവളുടെ ചിന്നുവിൻ്റെ വീട്ടിലെടുത്ത് ഫോൺ എടുത്തപ്പോഴത്തേന് ഇങ്ങനെ സംസാരിച്ചു, കാണാൻ വരാൻ പറഞ്ഞു. അന്ന് പിന്നെ ഒരു 3-4 ദിവസത്തോളം കഴിഞ്ഞപ്പോഴത്തേന് പോയി ഡയറക്റ്റ് കണ്ടു. അപ്പം ഇവിടെ ടിൻഡു വൈഫ് ഇവിടെ നേഴ്സാണ്. അപ്പം നാട്ടിലില്ലായിരുന്നു, ലീവിന് വന്നേക്കുമായിരുന്നു. അപ്പം ലീവിന് വന്ന ടൈമാണ് പോയി കാണുന്നത്. ഒന്ന് കണ്ട് സംസാരിച്ചു. അങ്ങനെ അതിൻ്റെ ഞാൻ കാണാൻ പോയതിൻ്റെ ഒരു 4 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ഇവിടെ തിരിച്ചുപോയി. അയർലൻഡിലായിരുന്നു. തിരിച്ചുപോയി. അവിടെ ഞങ്ങൾ എല്ലാം പറഞ്ഞുറപ്പിച്ച് 6 മാസത്തേക്ക് വെച്ചു. 6 മാസം കഴിഞ്ഞ് ഇവിടെ വിവാഹത്തിനായിട്ട് തിരിച്ചു വന്നു. അതായത് ഈ കഴിഞ്ഞ മെയിലാണ്, അതായത് 2-3 മാസം മുമ്പാണ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ വിവാഹത്തിന് മാത്രമല്ല ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ വന്ന് ഓരോ തവണ വരുമ്പോഴും